നമ്മൾ കഴിഞ്ഞ സീസണിൽ എത്രാമതാണ് ഫിനിഷ് ചെയ്തത്? 15ാമത് ഫിനിഷ് ചെയ്ത യുണൈറ്റഡ് എംബ്യുമോ കുണിയ ഈ ഡീലൊക്കെ നടത്തി 130 മില്യൺ പൗണ്ട്സിന് മുകളിൽ പൊട്ടിച്ച് കഴിഞ്ഞപ്പം ഇവന്മാരുടെ കയ്യിൽ എന്തുണ്ട്? ഇവന്മാരുടെ 5 വയസ്സായില്ല ഇനി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവന്മാർ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി, നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണെന്നാണ് നമ്മുടെ ന്യൂകാസിൽ അളിയന്മാർ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനല്ല. കാശുണ്ട് മക്കളെ, കാശുണ്ട്. 15ാമത് ഫിനിഷ് ചെയ്യുന്നത് നമുക്കൊരു പ്രശ്നമല്ല. ശരിക്കും നമുക്ക് കോടാനുകോടിയുള്ള നമ്മുടെ ഫാൻസാണ്, യുണൈറ്റഡിൻ്റെ ഫാൻസാണ് നമ്മുടെ ഈ ഒരു ക്ലബിൻ്റെ ബലം. അതൊക്കെ അറിഞ്ഞ് കണ്ട് ഓണേഴ്സ് സ്പെൻഡ് ചെയ്ത് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് സക്സസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നത്തെ അവസ്ഥ നമ്മളെല്ലാവരും ഊഹിച്ചാൽ മതി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡിൻ്റെ ലാസ്റ്റ് ബിഡ് ബെഞ്ചമിൻ സെസ്കോയ്ക്ക് വേണ്ടി യുണൈറ്റഡ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. ഇത്രയും ദിവസം 1-2 ആഴ്ച യുണൈറ്റഡ് ഇതിൻ്റെ പുറകെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ ന്യൂകാസിലിൻ്റെ 90 മില്യൺ യൂറോസിൻ്റെ ബിഡ് കണ്ട് പേടിച്ചോടാൻ അല്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ ബിഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബിഡ് എന്ന് പറയുന്നത് 75 മില്യൺ യൂറോസ് പ്ലസ് 10 മില്യൺ യൂറോസിൻ്റെ ആ ഒരു 85 മില്യൺ യൂറോസിൻ്റെ ടോട്ടൽ ബിഡാണ്. ഫബ്രീസിയോ റൊമാനോ ഒക്കെ പറയുന്ന ആഡോൺസ്, യുണൈറ്റഡ് കൊടുത്തിരിക്കുന്ന ആഡോൺസ് എന്ന് പറയുന്നത് ഈസിലി അച്ചീവബിൾ ആയിട്ടുള്ള ആഡോൺസ് ആണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും യുണൈറ്റഡ് പോണക്കത്തെ ക്ലബ്ബ് അല്ലെങ്കിൽ ഇനിയോസിൻ്റെ അണ്ടറിൽ ഒമർ ബറാഡയുടെ ലീഡർഷിപ്പിലുള്ള ഈ ഒരു ക്ലബ്ബ് ഒരിക്കലും നമ്മൾ ഒരു പ്ലെയറിന് ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ പുള്ളിയുടെ പ്രിഫറൻസ് നമ്മളാണെന്ന് നമുക്ക് ഉറച്ച ബോധ്യമില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ബിഡ് ചെയ്യാൻ വേണ്ടി പോകത്തില്ല. പക്ഷേ ന്യൂകാസിൽ അതാണ് ചെയ്തിരിക്കുന്നത്. ന്യൂകാസിലിൻ്റെ എയിമെന്ന് പറയുന്നത് കാശ് കാണിച്ച് യുണൈറ്റഡിനെ പേടിച്ചോടിപ്പിക്കുക. അതായിരുന്നു അവരുടെ ഒരു എയിം. ബെഞ്ചമിൻ സെസ്കോ ആയിട്ട് ഇതുവരെയായിട്ടും ഡീൽ അഗ്രി ചെയ്തില്ലെങ്കിലും അവർ യുണൈറ്റഡിൻ്റെ മുന്നിൽ ലൈപ്സിക്കിൻ്റെ മുന്നിൽ ഇഷ്ടംപോലെ കാശ് എറിഞ്ഞിട്ട് ലൈപ്സിക്കിനെ പ്രഷറൈസ് ചെയ്തിട്ട് ബെഞ്ചമിൻ സെസ്കോയെ അങ്ങോട്ട് ക്ലബിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ന്യൂകാസിൽ ശ്രമിച്ചത്. പക്ഷേ ഹിയർ വി കം ഗൈസ്. അപ്പോൾ എന്താണെങ്കിലും നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. RB ലൈപ്സിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള അഗ്രസീവായിട്ടുള്ള നെഗോസിയേഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. യുണൈറ്റഡ് എന്താ പറയുന്നത്, ചിലപ്പോഴാണെങ്കിൽ ഹോയ്ലൻഡിനെ ഡീലിൽ ഇൻക്ലൂഡ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ഫോഴ്സ് ചെയ്ത ഹോയ്ലൻഡിനെ ഒരിക്കലും അങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടി പറ്റത്തില്ല. നീ പോയേ പറ്റൂ എന്ന് പറയാൻ പറ്റത്തില്ല. അത് പ്ലെയറിൻ്റെ കയ്യിലാണ്, പുള്ളിക്ക് പോകണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഹോയ്ലൻഡിൻ്റെ കൂടെ ഒരു ഇഷ്ടമാണ്. നമുക്കങ്ങനെ പുഷ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ഡീലും കൂടെ ഹോയ്ലൻഡിനെ കൂടെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു 10, 20, 25 മില്യൺ പൗണ്ട്സും കൂടെ എക്സ്ട്രാ കൊടുത്തുകൊണ്ട് ഈ ഒരു ഡീല്, സെസ്കോയുടെ ഡീല് ചെയ്യാൻ വേണ്ടി യുണൈറ്റഡിന് പറ്റും, അല്ലെങ്കിൽ പറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഹോയ്ലൻഡ് അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. യുണൈറ്റഡിൽ തന്നെ നിന്നുകൊണ്ട് പുള്ളി യുണൈറ്റഡിൽ പ്രൂവ് ചെയ്യണമെന്നാണ് പുള്ളിയുടെ ഒരു ആഗ്രഹം. അപ്പോൾ ഇന്നലെ ന്യൂകാസിൽ ഭയങ്കര അഗ്രസീവായിട്ട് ബിഡ് ചെയ്ത് 80 മില്യൺ യൂറോസ് പ്ലസ് 10 മില്യൺ ആഡോൺസ്, അങ്ങനെ ഒരു 90 മില്യൺ യൂറോസിൻ്റെ ഡീലൊക്കെ പെട്ടെന്ന് മുന്നോട്ട് വെച്ച് ഭയങ്കര അഗ്രസീവായിട്ട് അവർ ബിഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇന്നത്തെ ഈ ഒരു ബുധനാഴ്ച ദിവസം അവർക്ക് സെസ്കോയുടെ കയ്യിൽ നിന്നൊരു ഗ്യാരണ്ടി, അല്ലെങ്കിൽ സെസ്കോയുടെ ആ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻ എന്താണെന്നുള്ളത് അവർക്ക് അറിയണം എന്നുള്ള രീതിയിൽ ഒക്കെ ന്യൂസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫാസ്റ്റ് പേസായിട്ട് പെട്ടെന്ന് കാശറിഞ്ഞ് ഡീല് നടത്താനുള്ള ഒരു ശ്രമം ന്യൂകാസിൽ നടത്തി. അതിനിന്ന് യുണൈറ്റഡ് ഒരു പരിധി വരെ തടയിട്ടു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇനിയിപ്പം ബെഞ്ചമിൻ സെസ്കോയ്ക്ക് രംഗത്ത് വരാൻ സമയമായി. പുള്ളിയുടെ ആ ഒരു പ്രിഫറൻസ് എന്താണെന്നുള്ളത് ഓപ്പണായിട്ട് മീഡിയയിൽ അല്ലെങ്കിൽ വരാൻ സമയമായി. അപ്പം അങ്ങനെ വന്നാൽ മാത്രമേ ഒരു ക്ലബ്ബ് ബാക്കൗട്ട് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ന്യൂകാസിലിനെ പുറകോട്ട് തള്ളണമെങ്കിലോ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പുറകോട്ട് തള്ളി മാറ്റി എൻ്റെ പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ ഇതാണെന്ന് കാണിക്കുന്ന രീതിയിൽ ഉള്ള ഡിസിഷൻ നടത്താൻ സമയമായി. അപ്പോൾ അത് ഉടൻ തന്നെ വരും. അത് യുണൈറ്റഡ് ആകും എന്ന് തന്നെ ഉള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഓരോ യുണൈറ്റഡ് ഫാൻസും. ശരിക്കും നമ്മൾ ഈ ഒരു ഡീല് നോക്കുകയാണെങ്കിൽ എക്കിറ്റിക്കേക്ക് കിട്ടിയൊരു പ്രൈസ്, അപ്പോൾ അതിൻ്റെ ഏകദേശം അടുത്ത് തന്നെ നമ്മൾ സെസ്കോയ്ക്ക് വേണ്ടി പേ ചെയ്യേണ്ടി വരും. കാരണം എക്കിറ്റിക്കയുടെയും സെസ്കോയുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ നോക്കിയാൽ ഏകദേശം സെയിം പെർഫോമൻസ് ആണ്. പക്ഷേ ഫുട്ബോൾ എക്സ്പേർട്സിൻ്റെ ഒക്കെ ഒരു അഭിപ്രായ പ്രകാരം ആസ് എ സ്ട്രൈക്കർ, ജെനുവിൻ ടാർഗറ്റ് മാൻ എന്നുള്ള രീതിയിൽ ശരിക്കും സെസ്കോയുടെ ഒരു സീലിംഗ് എക്കിറ്റിക്കയുടെ സീലിങ്ങിനേക്കാളും വലുതാണ്, അല്ലെങ്കിൽ കുറേ കൂടെ ഹയർ സീലിംഗ് ആണ് സെസ്കോയ്ക്കെന്നാണ് ഫുട്ബോൾ എക്സ്പേർട്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു എക്കിറ്റിക്കയുടെ ഫീസ് എന്ന് പറയുന്നത് 90-92 മില്യൺ യൂറോസിനടുത്തുള്ളൊരു ഫീ ആണ്. അതായത് ആഡോൺസ് എല്ലാം കൂടെ കൂട്ടി 90-92 മില്യൺ
യൂറോസിൻ്റെ ഒരു ഫീ ആണ് ലിവർപൂൾ പേ ചെയ്തത്. അപ്പോൾ ആ ഒരു ഫീയുടെ അടുത്ത് യുണൈറ്റഡ് പേ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും 1-2 ആഴ്ച ഇതിൻ്റെ പുറകെ നിൽക്കുന്നു, ഇത്രയും വലിയ എമൗണ്ട് ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന സമയത്ത് യുണൈറ്റഡ് പേ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബിഡ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നു. അപ്പം എന്തായാലും നെഗോഷിയേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഡീല് നടത്തിയെടുക്കാൻ യുണൈറ്റഡിന് പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതുപോലത്തെ വലിയൊരു ബിഡ് യുണൈറ്റഡ് നടത്തി സെസ്കോ പോണത്തെ ഒരു പ്ലെയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ നമ്മൾ കാണേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ലറ്റിക് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട്, അവരുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് പ്രീമിയർ ലീഗിൽ ഇതുവരെയുള്ള സ്പെൻഡിങ്, ടീമിൻ്റെ സ്പെൻഡിങ് ഒക്കെ നോക്കി അവരൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏകദേശം ആദ്യത്തെ ഒരു 12 ക്ലബ്ബുകളെ നോക്കിയാൽ യുണൈറ്റഡ് മാത്രമാണ് 131 മില്യൺ പൗണ്ട്സിന് മുകളിൽ സ്പെൻഡ് ചെയ്തിട്ടും ഒരു കളിക്കാരനെ പോലും വിറ്റ് 5 പൈസ പോലും തിരിച്ച് ക്ലബിലോട്ട് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു ടീമെന്ന് പറയുന്ന യുണൈറ്റഡിനെ മാത്രമാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റും കൂടെ യുണൈറ്റഡ് വർക്ക് ചെയ്ത് ബെറ്റർ ആക്കണം. ഇപ്പോൾ സെസ്കോ ഡീൽ നടന്നു കഴിഞ്ഞാൽ ഉടനെ ആ ഒരു ആസ്പെക്റ്റും നമ്മൾ സെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കഴിഞ്ഞ 2 മത്സരങ്ങൾ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഏറ്റവും ലാസ്റ്റ് മത്സരം കണ്ട എല്ലാവർക്കും അറിയാം, ഉഗാർത്തയുടെയും കോബി മെനുവിൻ്റെയൊക്കെ ആ ഒരു മിഡ്ഫീൽഡ് നമുക്ക് വരുത്താൻ പോകുന്ന ഡേഞ്ചർ, അതിൻ്റെ ഒരു സൂചന മാത്രമാണ് ശരിക്കും കഴിഞ്ഞ മാച്ചിൽ അല്ലെങ്കിൽ ആ ഒരു പ്രീ സീസൺ മത്സരത്തിൽ കണ്ടത്. പ്രീ സീസണിൻ്റെ ഗെയിമൊന്നും ആയിരിക്കത്തില്ല, പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ ആക്ച്വൽ കോമ്പറ്റീഷൻ തുടങ്ങിക്കഴിഞ്ഞാണല്ലോ നമ്മൾ ശരിക്കും നമ്മളെ ഫിസിക്കാലിറ്റി, നമ്മുടെ ബോൾ വിന്നിങ്, ആ ഒരു ഡ്യുവൽസിന് പോകുന്ന ആ ഒരു വെച്ചാൽ 1v1 ബാറ്റിൽസ്, അതിൽ നമ്മൾ അത് വമ്പൻ പരാജയമാണ്. മിഡ്ഫീൽഡ് ബാറ്റിൽസിൽ നമ്മൾ പരാജയമാണ്. പ്രത്യേകിച്ച് കുണിയാൻ കൂടെ സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കുന്നത് അത് നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുണിയ കുറേ കൂടെ ഡ്രോപ്പ് ചെയ്ത് മിഡ്ഫീൽഡിൽ ആ ഒരു ബാറ്റിൽസ് വിന്ന് ചെയ്യാനൊക്കെ സഹായിക്കാറുണ്ട്. എന്നിട്ടും പുള്ളി ഒത്തിരി പ്രാവശ്യം ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ബോൾ വിൻ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം കുണിയ ഒരിക്കലും നമ്മൾ ആ ഒരു സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ കളിപ്പിക്കരുത്. ആ ഒരു എന്നാ പറയുക, ഇൻറ്റീരിയർ നമ്പർ, ലെഫ്റ്റ് നമ്പർ 10 എന്നുള്ള രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു മിഡ്ഫീൽഡിൽ തന്നെ പുള്ളി വേണം, ആ ഒരു മിഡ്ഫീൽഡ് ബാറ്റിൽസിനും ക്യാരീസിനും കാര്യത്തിനും ഒക്കെ. അപ്പം ശരിക്കും കോബി മെനു ആണെങ്കിലും ഉഗാർത്തയൊക്കെ ആണെങ്കിലും പ്രീമിയർ ലീഗ് സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്ലെയേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല രീതിയിൽ എന്താ പറയുന്നത് ആശങ്കയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മിഡ്ഫീൽഡ് സ്ട്രോങ് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പണിയാകും. സെസ്കോ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അറ്റാക്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, ഗോൾസും കാര്യങ്ങളും വരും. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ ബാക്കിൽ നിന്നുള്ള ആ ഒരു എന്നാ പറയുക, എപ്പോഴും ടീം ബിൽഡ് ചെയ്യുന്നത് ബാക്കിൽ നിന്നാണ്. എല്ലാ ആൾക്കാരും ടീം ബിൽഡ് ചെയ്യുന്നത് ബാക്കിൽ നിന്ന്, പക്ഷേ നമ്മൾ നേരെ ഫ്രണ്ടിൽ നിന്നാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് യാതൊരു പരിഭവമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ടീമിൻ്റെ ആ ഒരു വീക്ക്നെസ് കഴിഞ്ഞ മാച്ചിലൊക്കെ എവിഡൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അത് പ്രീമിയർ ലീഗ് തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് എക്സ്പോസ്ഡ് ആകും. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ അതിന് എതിരെ നമ്മൾ ആക്ഷൻ എടുക്കണം. ഇപ്പം ഞാൻ ബലേമ വാട്ടൻ്റെ കാര്യമൊന്നും പറയത്തില്ല, കാരണം സെസ്കോയും കൂടെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ സൈനിങ്ങിന് വേണ്ടി പോകാൻ പറ്റത്തില്ല. 100 മില്യന് മുകളിൽ അവർ ചോദിക്കും അങ്ങനത്തെ സൈനിങ്ങിന് വേണ്ടി. കുറേ കൂടെ ചീപ്പറായിട്ട്, കുറേ കൂടെ പ്രൊആക്റ്റീവായിട്ട് ആരെ കണ്ടെത്താൻ പറ്റും, അങ്ങനത്തെ ടാർഗറ്റിനെ കണ്ടെത്തി അവരെ സൈൻ ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം.